ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനിട്ടിരുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കുറേ പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല കമൻസ് ഫീഡ്ബാക്കായിട്ട് തന്നിട്ടുണ്ട്. അത് പലരും പറഞ്ഞിരിക്കുന്നത് അവരാദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്തതെന്നാണ്. ഒത്തിരി സന്തോഷം. അപ്പോൾ ചില കമൻസ് ഉണ്ടായിരുന്നു, ഞാനത് എഡിറ്റ് ചെയ്തത് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, ശരിക്കും മനസ്സിലാവാത്ത ചില പാർട്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് അന്ന് തന്നെ വാക്ക് കൊടുത്തിരുന്നതാണ് കമൻസിൽ കേട്ടോ. ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ്. അന്ന് എല്ലാ വീഡിയോയും ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസം തന്നെ ഇട്ട് തീർക്കണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എഡിറ്റിൽ ഞാനത് ചെയ്ത്, അങ്ങനെയാണ് എഡിറ്റിങ് ശരിക്കും പറഞ്ഞൊരു പെർഫെക്ഷൻ ഇല്ലാതെ ഞാൻ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിൻ കമൻറ്റിലും ഞാൻ അങ്ങനെ അത് മെൻഷൻ ചെയ്തിരുന്നു. ഇനി ഒരു 10-12 റെസിപ്പിയും കൂടെ ഞാൻ ക്രിസ്മസ് സംബന്ധിച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. എന്നാലും ഇതെല്ലാം ഞാൻ ഇനി ഓരോ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഞാനിൻ്റെ ഒരു ഓൾ ലെഗായിട്ടാണ് ഓരോ പീസ്, അങ്ങനെ 5 പീസാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ലെഗ്. അത് കറക്റ്റ് 1 കിലോ ആണ്. അപ്പം നിങ്ങൾക്ക് 1 കിലോയുടെ ചിക്കൻ എങ്ങനത്തെ ചിക്കൻ ആയാലും എടുക്കാം, ചെറിയ പീസസ് ആയാലും എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ഓൾ ലെഗ് എന്നുള്ളത് 2ആയിട്ട് കട്ട് ചെയ്യാം, അങ്ങനെ എടുത്താലും അത് ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏകദേശം ഒരു 1/2 കപ്പോളം, അത്രയും മതി, 1/4 കപ്പിലും കുറച്ച് കൂടുതലിരിക്കട്ടെ, 1/2 കപ്പോളം തേങ്ങ തിരുമിയത് എടുത്തിട്ട് അത് ഒരു ലേശം എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഞാൻ തേങ്ങ വറുത്തരച്ച കറികൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതിൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾ അതിൽ കയറി നോക്കുമ്പോൾ അതിൻ്റെ ആദ്യം തേങ്ങ എങ്ങനെ വറുത്ത് എടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ വറുത്ത് മാറ്റി വെക്കുക. എന്നിട്ടത് ഒന്ന് ചൂടാറിയ ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ അത് അരച്ചെടുത്ത് എണ്ണ കിനിയുന്ന പോലെ ഇങ്ങനെ അരച്ചെടുത്തത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ ഒരു 10 മുതൽ 15 വരെ കാഷ്യൂ നട്ട്സ് അഥവാ അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കുക. ആദ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പോളം പശുവും പാൽ, കാച്ചാത്ത പാലാണ്, ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് പാലും കൂടെ യോജിച്ച് അത് നല്ല തിക്കായിട്ടൊരു പേസ്റ്റ് പോലെ കിട്ടും നമുക്ക്. അത് നമുക്ക് ഈ നമ്മുടെ റോസ്റ്റിലേക്ക് ചേർക്കാനാണ്. അതായത് തേങ്ങ വറുത്തരച്ചതും ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പാലിൽ അരച്ചതും ആദ്യമേ ശരിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്തിട്ട് ഇതിലേക്ക് ലേശം വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ചിക്കൻ പീസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചതിന് ശേഷം എടുത്തതാണ്. എന്നിട്ട് അത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല നല്ലതുപോലെ പിടിക്കും. അങ്ങനെ ഈ 5 പീസ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്നത് എത്ര നേരം മാറ്റി വെക്കുന്നോ അത്ര നേരം ഈ ചിക്കനിലേക്ക് ഈ മസാല നല്ലതുപോലെ പിടിക്കും. ഇപ്പം ഞാനിവിടെ ഒരു 1-1.5 മണിക്കൂർ അതിൽ കൂടുതൽ വെച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂറോ 3 മണിക്കൂറോ, അതല്ലെങ്കിൽ രാത്രിയിൽ മസാല പുരട്ടി വെച്ചിട്ട് രാവിലെ എടുത്ത് വറുത്താലും മതി. അപ്പോൾ എത്രത്തോളം മസാല പിടിക്കുന്നു അത്രത്തോളം ചിക്കന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം നമ്മൾ മസാല പുരട്ടി വെച്ച ഈ ചിക്കൻ ഇനി നമുക്ക് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചിക്കൻ 1-2 ബാച്ചസായിട്ട് വേണം നമുക്ക് വറുത്ത് കൊടുക്കാൻ. അത് വലിയ പീസസ് അല്ലേ. ചിക്കൻ ഡീപ്പ് ഫ്രൈ ആവണ്ട, ഷാളോ ഫ്രൈയിലും കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയാൽ മതി.
അങ്ങനെ ഞാനിത് 2 പീസും തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. തീ കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വറുത്താൽ നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ഉരുളി വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 2 കഷ്ണം ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട എന്നിവ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തൊരു ചെറിയ മണം വരുമ്പോൾ ഇതിലേക്ക് 4 വലിയ സവാള നല്ല നീളത്തിൽ കട്ടി ഉറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഇത്ര ഇട്ടെന്നും പറഞ്ഞ് ഇത് ഗ്രേവി മധുരിക്കത്തൊന്നുമില്ല കേട്ടോ, 5 വലിയ പീസസ് ഉണ്ടല്ലോ. ഇനി ഈ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റുക. ഒന്ന് കട്ടി കുറഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഒന്ന് കീറിയതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഓരോ തക്കാളിയും 6 പീസസായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ പേസ്റ്റ് ആക്കിയത് ഏകദേശം 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത് ചതയ്ക്കുമ്പോൾ 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ഞാൻ പൊടിക്കകത്ത് എടുത്തിട്ട് അതും കൂടെ ചേർത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. 3ഉം കൂടെ മിക്സ് ചെയ്ത് അത് നമ്മുടെ ഈ ഡിഷിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഒരു 6-7 പീസ് വെളുത്തുള്ളിയും ഒരു മീഡിയം കഷ്ണത്തോളം ഒരു കഷ്ണം ഇഞ്ചിയും ഈ 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് അങ്ങ് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ വഴറ്റണം. വഴറ്റിയിട്ട് നല്ലതുപോലെ ഉള്ളിയും സവാളയെല്ലാം ഒന്ന് കട്ടി ഉറഞ്ഞ് നല്ലതുപോലെ എണ്ണ തെളിയണം. അതാണ് ഈ ഒരു റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഗരം മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം അഥവാ വലിയ ജീരകം പൊടിച്ചത്, പച്ചയ്ക്ക് പൊടിച്ചതാണ്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ അരപ്പൊക്കെ ഒന്ന് മിക്സായി നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു കപ്പും കൂടെ വെള്ളം ഒഴിക്കാം. ഉരുളി ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഒന്നും കറക്റ്റായിട്ട് തോന്നാത്തത്. നിങ്ങൾ ഈ കുഴിയുള്ള പാത്രമൊക്കെ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോഴോ നല്ലതുപോലെ വെള്ളം കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഉരുളിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ടാണ് വെള്ളമൊക്കെ ശരിക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഗ്രേവിക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ ഒരു റോസ്റ്റിന് ഈ ഒരു മസാലയെല്ലാം നല്ലതുപോലെ ഈ ചിക്കനിൽ പുരണ്ട് കിട്ടണം. അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു പാർട്ടൊന്നും ഒഴിവാക്കല്ലേ, ശരിക്കും നല്ലതുപോലെ ചെറിയ തീയിലിട്ട് വേണം മിക്സ് ചെയ്യാൻ. തീ കൂട്ടി വെക്കരുത്, ഒരു കൺട്രോൾ ചെയ്ത് വേണം തീ ഇടാൻ കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കൊണ്ട് ഒക്കെ നോക്കി പരുവാണെങ്കിൽ നമ്മളിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിത് അടപ്പ് മാറ്റാം. അടപ്പ് മാറ്റിയ ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും പാലും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ അരച്ച് വെക്കാൻ, അത് നമുക്കിപ്പം ചേർത്ത് കൊടുക്കണം. അപ്പം അത് ഒരു 1/2 കപ്പ് ഉണ്ടല്ലോ, അത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഗ്രേവി വേണമല്ലോ, അതിനായിട്ടാണ് അങ്ങനെ കഴുകി ഒഴിക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്
നമ്മളിത് അടച്ച് വെക്കണം. അടച്ച് വെച്ച് 5 മിനിറ്റ് ചെറിയ തീയിൽ ഈ ഒഴിച്ച് വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് ഇത് ഗ്രേവി എല്ലാം ഈ ഒരു ചിക്കനിൽ നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിതിൻ്റെ അടപ്പ് മാറ്റിയ ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ സമയത്തൊന്നും തീ കൂട്ടി വെക്കരുത്, തീ വളരെ കുറച്ച് വെച്ചിരിക്കണം കേട്ടോ. അരച്ച ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി ലേശം വെള്ളമോടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇപ്പം ചേർത്ത വെള്ളമോടെ ഒന്ന് തിളച്ചാൽ മതി. അതിന് നമ്മൾ തുറന്ന് വെച്ച് തന്നെ അങ്ങ് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി നല്ല കളറാണ്. തേങ്ങ വറുത്തരച്ചതിൻ്റെയാണ് ആ കളറും എണ്ണ തെളിഞ്ഞൊക്കെ കാണുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഒന്ന് തിളച്ച് ആ എണ്ണ തെളിയുന്ന പോലെ കാണുന്ന സമയത്ത് നമുക്കങ്ങ് ഓഫാക്കാം. ഇപ്പോൾ നമുക്ക് ഓഫാക്കാറായി. അപ്പം ഇതിനകത്ത് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്ന ഓരോ കാര്യം എടുത്തെടുത്ത് ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പം നമുക്ക് ഈ ചിക്കൻ ഉള്ളിയെല്ലാം ഇതിൽ റോസ്റ്റെല്ലാം നമ്മൾ കോട്ടായിട്ടിരിക്കും. പക്ഷേ ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയില്ലെങ്കിൽ മസാല ഒന്നും കറക്റ്റായിട്ട് ഈ വറുത്ത ചിക്കനല്ലേ അതിൽ അങ്ങനെ പിടിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഈ അടപ്പിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ വറ്റി വരുമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചപ്പോഴും കുറച്ച് വെള്ളം അങ്ങനെ നോക്കി വേണം എല്ലാം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, നല്ല അടിപൊളിയാണ്. കാണുന്നത് പോലെ തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു കഷ്ണം ഉള്ളിക്ക് പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.